അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജാൻ നിസാർ അഖ്തറിൻ്റെ മുഹബ്ബത്ത് ഹെ ഖാക്കെ വതൻ സെ ഹമേ എന്നുള്ള ബെയ്ത്ത് നമ്മൾ രഹേ താ ഖിയാമത്ത് മുഹബ്ബത്ത് കി ലാജ് എന്ന വരി വരെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ബാക്കി നോക്കൂ. അജന്ത കെ ബുത്ത് റഖ്സ് കർത്തെ രഹേ ഹസീ ഗാർ താറോं से भरते रहें हरी घेतियाँ लहलहाती रहें जवां लड़कियाँ गीत गाती रहें. അജന്ത എന്നാൽ ഒരു കല്ലുകൊണ്ട് നിർമ്മിച്ച വളരെ സുന്ദരമായിട്ടുള്ള പ്രതിമകളിൽ വെച്ച് തന്നെ വളരെ ഒരു മാതൃകാപരമായിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രതിമയാണ് അജന്ത. അജന്തയുടെ പ്രതിമ, ഇന്ത്യയിലുള്ള അജന്തയുടെ പ്രതിമ അത് എന്നും നൃത്തം വെച്ചുകൊണ്ടേയിരിക്കട്ടെ. റഖ്സ് കർത്തേ രഹേ, നൃത്തം വെച്ചുകൊണ്ടേയിരിക്കട്ടെ. ഹസീൻ ഗാർ താറോं से भरते रहे, സുന്ദരമായ ഗുഹകളെ കൊണ്ടും അതുപോലെ നക്ഷത്രങ്ങളെ കൊണ്ടും നമ്മുടെ ഇന്ത്യ സദാസമയം നിറഞ്ഞിരിക്കട്ടെ. ഹരി ഖേത്തിയാ ലഹ്ലഹാത്തി രഹി, പച്ച പിടിച്ച വയലുകളെല്ലാം അതിങ്ങനെ ആടി ഉലഞ്ഞു അതിൻ്റെ സൗന്ദര്യം കാണിച്ചുകൊണ്ടേയിരിക്കട്ടെ. ജവാൻ ലഡ്കിയാ ഗീത്ത് ഗാത്തി രഹി, യുവതികളായ സ്ത്രീകൾ, പെൺകുട്ടികൾ പാട്ടുപാടി കൊണ്ടേയിരിക്കട്ടെ. ലഹക്താ രഹേ സബ്സ് മൈദാൻ മെ ധാൻ, ലഹക്താ രഹേ സബ്സ് മൈദാൻ മെ ധാൻ, ज़मीनों में बजते रहे आसमां, महकते रहें सब्ज़ आमों के बोर, बढ़ाती रहें पेंग झूले की डोर. लहकता रहे സബ്സ് മൈദാൻ കെ ദാൻ, ശോഭിച്ചുകൊണ്ടേയിരിക്കട്ടെ. ലഹക്ന എന്നാൽ ശോഭിക്കുക, ശോഭിച്ചുകൊണ്ടേയിരിക്കട്ടെ. സബ്സ് മൈദാൻ മെ ധാൻ, പച്ച പിടിച്ച മൈതാനത്തിലെ ധാന്യങ്ങൾ എല്ലാ കാലത്തും ഇത് ഇന്ത്യക്ക് ഒരു ശോഭ നൽകുന്നതായിരിക്കട്ടെ. ജമീനോ മെ ബജ്തേ രഹേ ആസ്മാൻ, ഈ ഭൂമിയിലെന്നും ആകാശം, ഭൂമിക്ക് കുറുകെ എന്നും ആകാശം പരന്നിരിക്കട്ടെ. ബച്ന എന്ന് പറഞ്ഞാൽ പരക്കുക, ഫയൽന എന്നാണ് അർത്ഥം. അത് സുന്ദരമായ ആകാശം നമ്മുടെ ഭൂമിക്ക് കുറുകെ ഇങ്ങനെ പരന്നിരിക്കട്ടെ. മെഹക്തെ രഹേ സബ്സ് ആമോं के बोर, ആമോं के बोर എന്ന് പറഞ്ഞാൽ മാവിൻ്റെ ഫൂല്, മാവിൻ്റെ പൂവ്. മാങ്ങ ആവണിൻ്റെ മുമ്പ് അതിനൊരു പൂവുണ്ടാവുമല്ലോ, ആ പൂവാണ് പറയുക ബോർ എന്ന് പറഞ്ഞാൽ. മെഹക്തേ രഹേ, സുഗന്ധം വാസനിച്ചു കൊണ്ടേയിരിക്കട്ടെ. മെഹക്തേ രഹേ, വാസനിച്ചു കൊണ്ടേയിരിക്കട്ടെ. സബ്സ് ആമോं के बोर, പച്ച മാങ്ങയുടെ അതിൻ്റെ പൂക്കൾ സദാസമയത്തും അതിൻ്റെ വാസന പരന്നുകൊണ്ടേയിരിക്കട്ടെ. നാട്ടിലെങ്ങും അതിൻ്റെ വാസനകൾ പരന്നുകൊണ്ടേയിരിക്കട്ടെ. बढ़ाती रहें पेंग झूले की डोर, പേങ്ക് ബഠാന എന്ന് പറഞ്ഞാൽ ഉയരുക എന്നാണ് അർത്ഥം. പേങ്ക് ബഠാന എന്ന് പറഞ്ഞാൽ ഉയരുക, അതിൻ്റെ സൈഡിലുണ്ടല്ലോ അർത്ഥം. പേങ്ക് ബഠാന ബഹുത് ഊഞ്ച ജാന, ഉയരത്തിൽ പോയിക്കൊണ്ടേയിരിക്കട്ടെ, ഉയരത്തിലെത്തിക്കൊണ്ടേയിരിക്കട്ടെ. ഝൂലേ കി ഡോർ, ഊഞ്ഞാലിൻ്റെ ഉറപ്പുള്ള കയറുകൾ. ഡോർ എന്ന് പറഞ്ഞാൽ കയറുകൾ. ഊഞ്ഞാലിൻ്റെ കയറുകൾ എല്ലാ കാലത്തും ഉയരത്തിൽ പോയിക്കൊണ്ടേയിരിക്കട്ടെ. അഥവാ നമ്മുടെ ഒരു സംസ്കാരത്തിൽപ്പെട്ടാണല്ലോ ഊഞ്ഞാലാടുക എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ അതിൻ്റെ തനിമയോടെ തന്നെ എക്കാലത്തും നിലനിൽക്കട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. രഹേ ഹോളിയോं के സദാ ഹാത്ത് ലാൽ, ഹോളികളെ കൊണ്ട്, ഹോളി ഉത്സവങ്ങളെ കൊണ്ട് എക്കാലത്തും സദാ ഹാത്ത് ലാൽ രഹേ, എക്കാലത്തും നമ്മുടെ കൈകൾ ചുവന്നിരിക്കട്ടെ. ഫസാവോ മെ ഉടുത്ത രഹേ യേ ഗുലാൽ, ഇവിടുത്തെ അന്തരീക്ഷത്തിൽ ഈ വർണ്ണങ്ങളുടെ ആഘോഷം ഉടുത്ത രഹേ, പരന്നുകൊണ്ടേയിരിക്കട്ടെ. ഗുലാൽ എന്ന് പറഞ്ഞാൽ ഹോളിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഹോളി തന്നെയാണ് ഗുലാൽ എന്ന് പറഞ്ഞാൽ. അഥവാ വർണ്ണങ്ങളുടെ ആഘോഷങ്ങളെന്നും നമ്മുടെ അന്തരീക്ഷത്തിൽ പറന്നുകൊണ്ടേയിരിക്കട്ടെ. രഹേയെ ദിവാലി കി ജഗ്മഗ് ബഹാർ, ദീപാവലിയുടെ
മിന്നിത്തിളങ്ങുന്ന ബഹാർ വസന്തങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ. രഹേയെ ദിവാലിക്ക് ജഗ്മഗ് ബഹാർ. ദീപാവലിയുടെ മിന്നിത്തിളങ്ങുന്ന അതിൻ്റെ വസന്തങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. मंडीरों पे जलते दियों की क़ितार. रहे आसमां पर दमकता हिलाल. रहे ये बसंतों के मेले की धूम. शाद ये गीत गाते हुजूम. हसीन राखियाँ झुलमिलाती रहें. झमाझम सितारे लुटाती रहें. നോക്കൂ, രഹേയെ ദിവാലിക്ക് ജഗ്മഗ് ബഹാർ, അത് നമ്മൾ പറഞ്ഞു. ദീപാവലിയുടെ മിന്നിത്തിളങ്ങുന്ന ഈ വസന്തങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ എന്നും നിലനിൽക്കട്ടെ. മണ്ടീറോം പെ ജൽത്തെ ദിയോങ്കി ഖിത്താർ. ഇനി ദീപാവലിയെക്കുറിച്ച് പറഞ്ഞതാണ്. ഓരോ തിണ്ണകളിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിളക്കുകളുടെ നിര അത് നിലനിൽക്കട്ടെ. വീടിൻ്റെ തിണ്ണകളിൽ, വരാന്തകളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, കത്തിക്കൊണ്ടിരിക്കുന്ന, ജൽന എന്ന് പറഞ്ഞാൽ കത്തുക, കത്തിക്കൊണ്ടിരിക്കുന്ന ദീപാവലിക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ദീപങ്ങളുടെ ദീപം, വിളക്കുകളുടെ നിര, ഖിത്താർ എന്നാൽ നിര, ആ നിരകൾ എന്നും കത്തിക്കൊണ്ടേയിരിക്കട്ടെ. അഥവാ ദീപാവലി അതിൻ്റെ സൗന്ദര്യത്തോടുകൂടെ തന്നെ എക്കാലത്തും നിലനിൽക്കട്ടെ. രഹേ ആസ്മാൻ പർ ദമക്ത ഹിലാൽ. ആകാശത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഹിലാൽ നക്ഷത്രം അത് എക്കാലത്തും നിലനിൽക്കട്ടെ. രഹേയെ ബസന്തോं के मेले की धूम. വസന്തങ്ങളുടെ ആഘോഷങ്ങളാലുള്ള ധൂം, ആരവങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. രഹേയെ ബസന്തോं के मेले की धूम. ഈ വസന്തങ്ങളുടെ ആഘോഷത്താലുള്ള ആരവങ്ങൾ എക്കാലത്തും നിലനിൽക്കട്ടെ. ഓരോ ആഘോഷങ്ങൾ, ഓരോ വസന്തങ്ങൾ ഓരോന്നിന് ആസ്പദമാക്കിയിട്ടായിരിക്കും വർഷക്കാലം വരുന്നതിനും അതുപോലെ വസന്തകാലം വന്നതിനും ഇത്തരത്തിൽ ഓരോ നാട്ടിലുള്ള അതിൻ്റെ കാലാവസ്ഥാനുസൃതമായിട്ടായിരിക്കും അധിക മേളങ്ങളും. അപ്പോൾ വസന്തങ്ങളുടെ മേളകളുടെ ആരവങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ. ഷാദ് യേ ഗീത്ത് ഗാത്തെ ഹുജൂം. ഷാദ് ഗീത്ത്, ഈ സുന്ദരമായ, ഈ സന്തോഷം തരുന്ന, ഷാദ് എന്ന് പറഞ്ഞാൽ ഖുഷ്, സന്തുഷ്ടമായ, സന്തോഷം തരുന്ന, സന്തോഷം ഉളവാക്കുന്ന ഈ പാട്ടുകളെല്ലാം ഗാത്തെ ഹുജൂം, ആൾക്കൂട്ടങ്ങൾ അത് പാടിക്കൊണ്ടേയിരിക്കട്ടെ. സന്തോഷം നൽകുന്ന പാട്ടുകൾ, ആൾക്കൂട്ടങ്ങൾ, അവർ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവർ പാട്ടുപാടിക്കൊണ്ടേയിരിക്കട്ടെ. സന്തോഷം നൽകുന്ന പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കട്ടെ. ഹസീൻ രാഖിയാ ഝുൽമിലാത്തി രഹി. ഹസീൻ രാഖിയാ, സുന്ദരമായ രാഖികൾ. രാഖി എന്ന് പറഞ്ഞാൽ കൈമ കെട്ടുമല്ലോ, ആ ചിരട്, ആ രാഖികൾ ഝുൽമിലാത്തി രഹി, അതും തിളങ്ങിക്കൊണ്ടേയിരിക്കട്ടെ. അതിൻ്റെ ശോഭയോട് തന്നെ നിലനിൽക്കട്ടെ. രാഖി, അത് കെട്ടുന്ന രാഖി, രക്ഷാബന്ധൻ, ആ ആഘോഷങ്ങളെല്ലാം അതിൻ്റെ ശോഭയോടെ തന്നെ, തിളക്കത്തോടെ തന്നെ നിലനിൽക്കട്ടെ. ജമാജിം സിതാരെ ലുട്ടാത്തി രഹേ. ജമാജിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മഴയുടെ ശബ്ദം എന്നാണ്. അതുപോലെ നൃത്തം വെക്കുന്ന ചംചം, ആ ശബ്ദത്തിനും പറയാറുണ്ട്. അപ്പോൾ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ അത് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കട്ടെ. ലുട്ടാത്തി രഹി, അത് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കട്ടെ. ഘറോं का तक़द्दुस रहे बरकरार. ये बेटों के माथों पे माओं का प्यार. सलामत रहें दिल में खुलते चमन. सलामत रहें दिल में खुलते चमन. सलामत रहे अंगड़ियों की हया. सलामत रहें अंगड़ियों की हया. सलामत रहें घोंघटों की अदा. सलामत रहें हीर रांझा के गीत. रांझा की गीत
ഗീത് എന്നല്ല ഗീത്. സലാമത്ത് രഹേ ഹീർ രാഞ്ചാ കെ ഗീത്. രഹി ഹാർ മേ ഭി മുഹബ്ബത്ത് की जीत. लजाना रहे मुस्कुराना रहे മനാനാ രഹേ റോട്ട് ജാനാ രഹേ. സിമ്പിളായിട്ടുള്ള വരികളാണ്. ഘറോं का तकद्दुस രഹേ ബർക്കറാർ. വീടുകളുടെ പരിശുദ്ധി എന്നും ബർക്കറാർ രഹ്ന സാബിത്ത് രഹ്ന അത് എന്നും സ്ഥിരമായിരിക്കട്ടെ. വീടുകളുടെ പരിശുദ്ധി എക്കാലത്തും സ്ഥിരമായിരിക്കട്ടെ. യെ ബേട്ടോं के माथों पे माओं का प्यार. ഈ കുട്ടികളുടെ യെ ബേട്ടോं के ഈ കുട്ടികളുടെ മാഥോं पे അവരുടെ നെറ്റിത്തടത്തിൽ മാവോं का प्यार ഉമ്മമാരുടെ സ്നേഹം. മാവോं का प्यार ഉമ്മമാരുടെ സ്നേഹം അത് നിലനിൽക്കട്ടെ. സലാമത്ത് രഹേ ദിൽ മേ ഖുൽത്തെ ചമൻ. മനസ്സിൽ വിടരുന്ന പൂവാടികൾ അത് എന്നും സുരക്ഷിതമായിരിക്കട്ടെ. സലാമത്ത് രഹേ ദിൽ മേ ഖുൽത്തെ ചമൻ. മനസ്സിൽ വിടരുന്ന പൂവാടികളെന്നും സുരക്ഷിതമായിരിക്കട്ടെ. സലാമത്ത് രഹേ അങ്ഘടിയോं की ഹയാ. അങ്ഘടി എന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണുകൾ അഥവാ നല്ല സുന്ദരി കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ കണ്ണ്, അതിനെയൊക്കെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിക്കണ്ണുകൾ എന്ന് പറയാറുള്ളത്, അങ്ഘടി എന്ന് പറയാറുള്ളത്. അതെല്ലാം അവരുടെ നാണങ്ങളെല്ലാം സലാമത്ത് രഹേ അങ്ഘടിയോं की ഹയാ. നമ്മുടെ നമ്മിലെ സുന്ദരി കുട്ടികളുടെ നാണങ്ങളെല്ലാം എക്കാലത്തും സുരക്ഷിതമായിരിക്കട്ടെ. സലാമത്ത് രഹേ ഘോങ്കട്ടോं की അദാ. ഘോങ്കട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് അർത്ഥം? നിഖാബ്, മുഖംമൂടികൾ. സലാമത്ത് രഹേ ഘോങ്കട്ടോं की അദാ. മുഖംമൂടി ധരിക്കുന്നത് എന്നും മുഖംമൂടി ധരിക്കുന്ന ആ സ്വഭാവം, ആ പതിവ് എന്നും സുരക്ഷിതമായിരിക്കട്ടെ. രഹിഹാർ മേ ഭി മുഹബ്ബത്ത് की जीत. ഓരോ പരാജയത്തിലും സ്നേഹത്തിൻ്റെ വിജയമുണ്ടായിരിക്കട്ടെ. രഹിഹാർ മേ ഭി പരാജയത്തിലും ഉണ്ടായിരിക്കട്ടെ. മുഹബ്ബത്ത് की जीत സ്നേഹത്തിൻ്റെ വിജയം ഉണ്ടായിരിക്കട്ടെ. ലജാനാ രഹേ മുസ്കുറാനാ രഹേ. നാണിക്കുന്നത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ നാണങ്ങൾ, അവർ നാണിക്കുന്നതെല്ലാം അതുപോലെ നിലനിൽക്കട്ടെ. ലജാന ഷർമിന്ദ ഹോന, ലജ്ജാവഹനാവുക, ലജ്ജകളെല്ലാം നിലനിൽക്കട്ടെ. മുസ്കുറാനാ രഹേ അവരുടെ പുഞ്ചിരികളെല്ലാം നിലനിൽക്കട്ടെ. മനാനാ രഹേ അവരുടെ അവർക്കിടയിലുള്ള ഇണങ്ങൽ. മനാനാ രഹേ അവർ തമ്മിൽ ഇണക്കം ചേരൽ അത് നിലനിൽക്കട്ടെ. റോട്ട് ജാനാ രഹേ അവർ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങൾ അത് നിലനിൽക്കട്ടെ. റോട്ട് ജാന എന്ന് പറഞ്ഞാൽ പിണങ്ങിപ്പോവലെല്ലാം നിലനിൽക്കട്ടെ. മുഹബ്ബത്ത് के चश्मे उबलते रहें, जवां साल नगमों में ढुलते रहें. रहे धूम टागोर इकबाल की, रहे शान पंजाब बंगाल की. रहे नाम अपने अदब का बुलंद, दिलों में समाया रहे प्रेमचंद. सदा जिंदगानी गज़ल खां रहे, ज़माने में गालिब का दीवान रहे. മുഹബ്ബത്ത് के चश्मे उबलते रहे. സ്നേഹത്തിൻ്റെ ഉറവിടങ്ങൾ അത് എല്ലാ സമയത്തും തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. ജവാ സാൽ നഗമോ മെ ഢുൽത്തെ രഹേ. ജവാ യുവാക്കൾ, സാൽ അഥവാ ഹർ സാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും, നഗമോ മെ ഢുൽത്തെ രഹേ അവരുടെ ഈണങ്ങളിൽ അവരുടെ പാട്ടുകളിൽ അവർ ലയിച്ചിരിക്കട്ടെ. അതിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കട്ടെ. അവർ പാട്ടുകളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ യുവാക്കളെന്നും പാട്ടുകളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കട്ടെ. ഢുൽന എന്ന് പറഞ്ഞാൽ മുത്തവജ്ജിഹ് ഹോന എന്നർത്ഥം. രഹേ ധൂം ടാഗോർ ഇഖ്ബാൽ കി. ടാഗോറിൻ്റെ പാട്ടുകളുടെയും ടാഗോറിൻ്റെ ജനഗണ പാട്ടിൻ്റെയും അതുപോലെ ഇഖ്ബാലിൻ്റെ സാരേ ജഹാൻ സെ അച്ഛ എന്ന പാട്ടിൻ്റെയും ധൂം ആരവങ്ങൾ നിലനിൽക്കട്ടെ. ധൂം രഹേ
ടാഗോറിൻ്റെയും ഇഖ്ബാലിൻ്റെയും പാട്ടുകളുടെ ആരവങ്ങൾ ഇവിടെ നിലനിൽക്കട്ടെ. രഹേഷാന് പഞ്ചാബ് ബംഗാളിക്ക്, പഞ്ചാബിൻ്റെയും ബംഗാളിൻ്റെയും മഹത്വം അത് എന്നും അതിൻ്റെ തനിമയോടെ നിലനിൽക്കട്ടെ. രഹേ നാം അപ്നെ അദബ് കാ ബുലന്ദ്, നമ്മുടെ അദബ്, നമ്മുടെ സാഹിത്യം അത് എന്നും അതിൻ്റെ നാമമെന്നും ഉയർന്നിരിക്കട്ടെ. നമ്മുടെ സാഹിത്യത്തിൻ്റെ നാമമെന്നും ഉയർന്നിരിക്കട്ടെ. നമ്മുടെ സാഹിത്യം എക്കാലത്തും വളർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ്. ദിലോമേ സമായ രഹേ പ്രേമചന്ദ്, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ വേണം. ദിലോമേ സമായ രഹേ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കട്ടെ. എന്തൊരുമിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കട്ടെ? പ്രേമചന്ദിനെ നമ്മളിങ്ങനെ ആവാഹിച്ച് അവരെ വായിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കട്ടെ. സദാ ജിന്ദഗാനി ഗസൽ ഖാൻ രഹേ, ജീവിതം മുഴുക്കെ സദാ ജിന്ദഗാനി, ജീവിതത്തിൽ സദാസമയത്തും എല്ലാ സമയത്തും ഗസൽ ഖാൻ രഹേ. ജിന്ദഗാനി സദാ, ജീവിതം എല്ലാ സമയത്തും, ജീവിതത്തിൽ എല്ലാ കാലത്തും ഗസൽ ഖാൻ രഹേ, ഗസൽ പാടിക്കൊണ്ടിരിക്കുന്നവനായിരിക്കട്ടെ. ജീവിതത്തിൽ മുഴുക്കെ ജീവിതത്തിൽ മുഴുവനായിട്ടും ഗസൽ ഖാൻ രഹേ, ഗസൽ പാടിക്കൊണ്ടിരിക്കുന്നവർ നിലനിൽക്കട്ടെ. ജമാനെ മേ ഗാലിബ് ക ദീവാൻ രഹേ, എക്കാലത്തും ഗാലിബിൻ്റെ ദീവാൻ അത് നിലനിൽക്കട്ടെ. നമ്മുടെ സാഹിത്യത്തിൻ്റെ മാതൃകകളായ ഗാലിബിൻ്റെ ദീവാനുകൾ അത് എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കട്ടെ. ഇത്രയുമാണ് സലാമത്ത് രഹേ മുഹബ്ബത്ത് ഹേ ഖാക്കെ വതൻ സെ ഹമേ എന്നുള്ള പാട്ട്, എന്നുള്ള കവിത. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇഖ്തിതാമി സവാലാത്തുകൾ എഴുതുക എന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണുന്നുണ്ടാകും ഇഖ്തിതാമി സവാലാത്ത്. ഇത് ഓരോന്നും सिकरी के मोहल्ले ताजमहल अजंता की तारीख़ अहमियत वाज़े कीजिए. ഫത്തേപൂർ സിക്രിയുടെ അവിടുത്തെ കൊട്ടാരം, അതുപോലെ താജ്മഹൽ, അജന്ത, ഇതിൻ്റെയൊക്കെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യങ്ങൾ വ്യക്തമാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഷറഹ് വായിച്ചിട്ട് തന്നെ നിങ്ങൾ എഴുതണം, നിങ്ങൾ കണ്ടെത്തി എഴുതാനുള്ളതാണ് അതൊക്കെ. പിന്നെ ഹിന്ദുസ്ഥാൻ മേ മനാനെ ജാനെ വാലെ തെഹ്വാറോं के नाम, ഇന്ത്യയിൽ നിലനിന്ന് പോരുന്ന ആഘോഷങ്ങളുടെ പേര് എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതണം. പിന്നെ അവസാനം നസ്മ ഖാക്കെ വതൻ കാ മഫ്ഹൂം അപ്നെ അൽഫാസ് മേ ബയാൻ കീജിയെ, എന്താണ് ഖാക്കെ വതൻ എന്നുള്ള ഈ പാഠത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഓരോന്നോരോന്ന് പോയിൻ്റായിട്ട് ഒന്നും വിടാതെ വിശദീകരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 8 ചോദ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 8 ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കുക, പാഠം വായിക്കുക, ഷറഹ് വായിക്കുക, മനസ്സിലാക്കുക. ഷറഹ് നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ്. പിന്നീട് ചോദ്യോത്തരങ്ങൾ പൂർണ്ണമായിട്ടും എഴുതുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.